ഇന്ത്യൻ 2020 ടീമിന്റെ നായക സ്ഥാനത്ത് മാറ്റമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. നിലവിലെ നായകനായ സൂര്യകുമാർ യാദവിന്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ മോശമാണ്. അതുകൊണ്ട് തന്നെ സൂര്യയെ ഇനി നായകനായി പിന്തുണച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ടീം മാനേജ്മെന്റിന്റെ നിലപാട്. അയർലൻഡിനെതിരായ 2020 പരമ്പരയിലൂടെ തന്നെ ഈ മാറ്റം ഉണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്. ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ എന്നീ രണ്ടു പേരുകളാണ് ഇന്ത്യയുടെ 2020 നായകസ്ഥാനത്തേക്ക് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ഇവരിൽ ആര് വരണം എന്ന കാര്യത്തിൽ തർക്കമുറുകവെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനും അവതാരകനുമായ രവിശാസ്ത്രി. ശ്രേയസ് അയ്യരല്ല, സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ 2020 ടീമിനെ നയിക്കേണ്ടതെന്നാണ് ശാസ്ത്രി പറയുന്നത്. 2008 2020 ലോകകപ്പിൽ എത്തുമ്പോൾ ഇന്ത്യ പുതിയൊരു നായകനെ കൊണ്ടുവന്നേക്കും. സൂര്യയുടെ കരിയർ എത്രത്തോളം മുന്നോട്ടുണ്ടാകും എന്നതിനെ ആശ്രയിച്ചാവും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്നാൽ സഞ്ജു സാംസൺ നായകസ്ഥാനത്തിനായി മികവ് കാട്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കാരണം രാജസ്ഥാൻ റോയൽസിനായി അവൻ നായകൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. സഞ്ജു എന്നാൽ ഇപ്പോൾ ഒരു ഉറപ്പായി മാറിയിരിക്കുകയാണ്. ഓപ്പണർ റോളിലേക്ക് തകർത്തടിച്ച് കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ സഞ്ജുവിൽ നിന്ന് കാണാൻ കിടക്കുന്നതിന്റെ തുടക്കം മാത്രമാണിത്. കഴിവുള്ള സഞ്ജു ആ കഴിവിനോട് നീതി കാട്ടാൻ വരുമ്പോൾ ആരാധകർ വാസ്തവത്തിൽ നിരാശരാകുന്നുണ്ട്. 2020 ലോകകപ്പിൽ ഇന്ത്യയെ സെമിയിലും ഫൈനലിലും മുന്നിൽ നിന്ന് നയിച്ച സഞ്ജുവിന്റെ ഇപ്പോഴുള്ള പ്രകടനം പക്വതയുള്ളതാണ്. IPL ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നായകസ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിക്കാവുന്നതാണ് എന്നാണ് രവിശാസ്ത്രി ICC റിവ്യൂവിൽ പറഞ്ഞത്. സഞ്ജു നായകൻ എന്ന നിലയിൽ ഇപ്പോൾ വലിയ അനുഭവ സമ്പത്തുള്ള താരമാണ്. രാജസ്ഥാൻ റോയൽസിനെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഫൈനലിലെത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകസ്ഥാനത്തില്ലെങ്കിലും ഭാവിയിൽ CSKയുടെ നായകനായി സഞ്ജു വളർന്നു വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സഞ്ജുവിനെ 2020 ഫോർമാറ്റിൽ ക്യാപ്റ്റനാക്കുന്നതിനോട് പരിശീലകൻ ഗൗതം ഗംഭീറിനും താല്പര്യമുണ്ടാവും. രവിശാസ്ത്രിയും രാഹുൽ ദ്രാവിഡും ഇന്ത്യയുടെ പരിശീലകരായിരുന്നപ്പോൾ സഞ്ജുവിന് 5 മത്സരത്തിൽ പോലും തുടരവസരം നൽകിയിരുന്നില്ല. എന്നാൽ ഗംഭീർ എത്തിയപ്പോൾ സഞ്ജുവിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരികയും 21 തവണ ഡെക്കിന് പുറത്തായാലും നിന്നെ പിന്തുണക്കുമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നൽകുകയും ചെയ്തിരുന്നു. ഗംഭീർ അർപ്പിച്ച വിശ്വാസം ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സഞ്ജു കാത്തു. 2020 ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ ഷെൽഫിലെത്തിച്ചാണ് സഞ്ജു കരുത്ത് കാട്ടിയത്. ഇപ്പോൾ നായകസ്ഥാനത്തേക്കും സഞ്ജുവിനെ എത്തിച്ചാൽ അത് ടീമിന് ഗുണകരമായി മാറാനാണ് സാധ്യത. എല്ലാ താരങ്ങൾക്കും സ്വീകാര്യനായ താരമാണ് സഞ്ജു. എതിർ ടീമിലെ താരങ്ങളോട് പോലും വലിയ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന സഞ്ജുവിനെ ഇന്ത്യയുടെ നായകസ്ഥാനത്ത് ശോഭിക്കാനാവുമെന്ന് ഉറപ്പുണ്ട്. MS ധോണിയെ പോലെ ശാന്തതയുടെ പ്രതിസന്ധികളെ മറികടക്കാൻ സഞ്ജുവിന് കഴിവുണ്ട്. വെല്ലുവിളികളോട് തോൽക്കുന്നവൻ ആയിരുന്നെങ്കിൽ ഇന്ന് സഞ്ജു സാംസൺ എന്നൊരു താരം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും സഞ്ജുവിനെ 2020 ടീമിന്റെ നായകനാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. ടീം മാനേജ്മെന്റിന്റെ അന്തിമ തീരുമാനം സഞ്ജുവിന് അനുകൂലമായിരിക്കും തന്നെ കരുതാം. അതേസമയം IPL ശേഷം ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള പടയൊരുക്കത്തിലേക്ക് ഇന്ത്യ കടക്കാൻ പോവുകയാണ്. 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ട് ചില നിർണായക മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിനുണ്ടായേക്കും. ഇതിന്റെ ഭാഗമായി വിക്കറ്റ് കീപ്പറായിരുന്ന ഋഷഭ് പന്തിനെ ടീമിൽ നിന്ന് പുറത്താക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മോശം ഫോമിലൂടെ കടന്നു പോകുന്ന വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. അതുകൊണ്ട് തന്നെ ഋഷഭിനെ മാറ്റി നിർത്താനാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഋഷഭ് പന്തിന് പകരക്കാരനായി ഏകദിന ടീമിൽ ആരെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിലെ സൂചനകൾ പ്രകാരം ഋഷഭ് പന്തിന് പകരം സഞ്ജു സാംസനെ പരിഗണിച്ചേക്കില്ല. ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു. ഇന്ത്യക്കായി കളിച്ച മത്സരങ്ങളിൽ നിന്ന് 56 ശരാശരിയിൽ മിന്നിക്കാൻ സഞ്ജുവിനായിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി പ്രകടനവും നടത്തി. സമീപകാലത്തായി 2020 ടീമിനൊപ്പം തകർപ്പൻ പ്രകടനം സഞ്ജു കാഴ്ചവെക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഏകദിനത്തിലേക്കും തിരിച്ചുവരവ് നടത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ടൈംസ് നൗവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ ആയിരിക്കില്ല ഋഷഭിന് പകരം ഏകദിന ടീമിലേക്ക് എത്തുക. അത് ഇഷാൻ കിഷൻ ആയിരിക്കും. കാരണം സഞ്ജു സാംസൺ വലങ്കയൻ ബാറ്റ്സ്മാനാണ്. KL രാഹുൽ വലങ്കയൻ ബാറ്റ്സ്മാനായ വിക്കറ്റ് കീപ്പറാണ്. രാഹുൽ ഏകദിന ടീമിനൊപ്പം തുടരുകയും ചെയ്യും. ഇതോടെ ഇന്ത്യക്ക് ആവശ്യം ഇടങ്കയൻ ബാറ്റ്സ്മാനായ വിക്കറ്റ് കീപ്പറാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിനെക്കാളും മുൻതൂക്കം ഇഷാൻ കിഷൻ നൽകാനാണ് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത്. സഞ്ജു സാംസൺ 2020 നായകനായി വരാമെന്നതിനാൽ സഞ്ജു 2020 മാത്രം ശ്രദ്ധ നൽകിയാൽ മതിയെന്ന നിലപാടിലാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഉള്ളത്.